മസ്ഗ്രേവ് ചടങ്ങ് ഭാഗം 1. എൻ്റെ സ്നേഹിതൻ ഷെർലക് ഹോംസിൻ്റെ സ്വഭാവത്തിലുള്ള ഒരു സവിശേഷതയെക്കുറിച്ച് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ചിന്താശക്തിയുടെ കാര്യത്തിൽ ഇത്ര അടുക്കും ചിട്ടയുമുള്ള മറ്റൊരാളെ കണ്ടുകിട്ടാൻ പ്രയാസമാണ്. വസ്ത്രധാരണത്തിലും ആ പ്രതിഭാശാലി ഒരളവ് വരെ വെടിപ്പും വൃത്തിയും പാലിക്കാറുണ്ട്. എന്നാൽ വ്യക്തിപരമായി അറപ്പുളവാക്കും വിധം വൃത്തികെട്ടതാണ് ഇഷ്ടൻ്റെ പെരുമാറ്റം. ഇക്കാര്യത്തിൽ ഞാൻ തീരെ യാഥാസ്ഥിതികനൊന്നുമല്ല. സ്വദേവയുള്ള സഞ്ചാരപ്രിയത്വവും അഫ്ഗാനിസ്ഥാനിലെ പരിക്കൻ ജോലിയുമൊക്കെ കൊണ്ട് ഒരു ഫിഷോഗറിന് ചേർന്ന ശുചിത്വം പാലിക്കാൻ എനിക്ക് കഴിയാറില്ല. എങ്കിലും ഏതിനും ഒരു പരിധിയുണ്ടല്ലോ. തൻ്റെ ചുരുട്ട് കരിപ്പാത്രത്തിലും പുകയില ചെരുപ്പിനടിയിലും മറുപടി എഴുതാനുള്ള കത്തുകൾ അടുപ്പിന് പുറത്ത് കറിക്കത്തിക്കടിയിലുമൊക്കെ നിക്ഷേപിക്കുന്നത് കാണുമ്പോൾ ഞാൻ കുറ്റപ്പെടുത്താറുണ്ട്. ഷൂട്ടിംഗ് പരിശീലിക്കേണ്ടത് തുറസായ സ്ഥലത്ത് തന്നെ ആകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ചിലപ്പോൾ ചില പ്രത്യേക മനോവൃത്തിയിലായിരിക്കുമ്പോൾ ഹോംസ് ചാരുകസേരയിലിരുന്ന് എതിരെയുള്ള ചുമരിനെ ലക്ഷ്യമാക്കി നിറയൊഴിക്കും. വെടിയുണ്ട കൊണ്ട് ചുമരിൽ വിക്ടോറിയ മഹാരാജ്ഞിയുടെ പേരിൻ്റെ ആദ്യ അക്ഷരങ്ങൾ ചിത്രീകരിക്കും. രാജഭക്തിയുടെ പേരിലായാൽ പോലും ഇത് സഹിക്കുവാൻ വയ്യ. വീടിൻ്റെ അന്തരീക്ഷവും ആകാരവും മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുകയില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ മുറിയിലെല്ലായിടത്തും രാസപദാർത്ഥങ്ങളും കുറ്റകൃത്യങ്ങളുടെ അവശിഷ്ടങ്ങളും ചിതറിക്കിടക്കും. തീരെ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലായിരിക്കും അവ സ്ഥാനം പിടിച്ചിട്ടുണ്ടാവുക. തൻ്റെ പഴയ കേസുകളുമായി ബന്ധപ്പെട്ട കടലാസുകൾ നശിപ്പിക്കാൻ ഹോംസിന് ഭയമാണ്. 1-2 കൊല്ലത്തിലൊരിക്കൽ മാത്രമേ അവയെ അടുക്കി വയ്ക്കാൻ പോലും തയ്യാറാവുകയുള്ളൂ. കാരണം എൻ്റെ ഈ ചിതറിയ സ്മരണികയിൽ എവിടെയോ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ അത്യധികം ഉന്മേഷവാനായി പ്രവൃത്തികളിൽ വ്യാപൃതനാകുന്ന പ്രത്യേക സന്ദർഭങ്ങളിലൊഴികെ ഒരു തരം ആലസ്യം ബാധിച്ച് പുസ്തകങ്ങൾക്കിടയിൽ സോഫയിൽ ചടഞ്ഞുകൂടാനും വയലിൻ വായിച്ച് രസിക്കാനുമാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത്. അങ്ങനെ മാസങ്ങളോളം മുറിയുടെ മൂലകളിലെല്ലാം കയ്യെഴുത്തു പ്രതികളും കുറിപ്പുകളും കുന്നുകൂടി കിടക്കും. ഉടമസ്ഥനല്ലാതെ മറ്റാരും അവ കത്തിച്ചു കളയാൻ പാടില്ല. ഒരു ശീതകാല രാവിൽ തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ആവശ്യം കഴിഞ്ഞ കടലാസുകളൊക്കെ അടുക്കി വെച്ച് മുറി വാസയോഗ്യമാക്കാൻ 2 മണിക്കൂർ ചെലവിട്ടുകൂടെ? എൻ്റെ ന്യായമായ അഭ്യർത്ഥന നിരസിക്കാൻ നിവർത്തിയില്ലാതെ ദുഃഖഭാവത്തിൽ ഹോംസ് എഴുന്നേറ്റു. തൻ്റെ കിടക്കമുറിയിൽ ചെന്ന് ഒരു കൂറ്റൻ തകരപ്പെട്ടി വലിച്ചിഴച്ചു കൊണ്ടുവന്നു. അത് ഹാളിൽ മധ്യത്തിൽ തുറന്നു വച്ച് സമീപത്ത് ഒരു സ്റ്റൂളിലിരുന്നു. പെട്ടിയിൽ പകുതിയോളം ചുവപ്പ് നാട കൊണ്ട് കെട്ടിയ നിരവധി കടലാസു ചുരുളുകൾ ഉണ്ടായിരുന്നു. വാട്സൺ, ഇതിൽ തന്നെ ആവശ്യത്തിന് കേസുകളുണ്ട്. കുസൃതി കലർന്ന ഒരു നോട്ടത്തോടെ ഹോംസ് പറഞ്ഞു. ഇതിലെന്തെല്ലാം ഉണ്ടെന്നറിഞ്ഞാൽ ചിലതെങ്കിലും പുറത്തെടുക്കണമെന്നായിരിക്കും നിങ്ങൾ പറയുക. ഇനിയും പലതും വാരി നിറയ്ക്കണമെന്നല്ല. അപ്പോൾ ഇതൊക്കെ താങ്കളുടെ ആദ്യകാല അനുഭവങ്ങളാണോ? ഞാൻ ചോദിച്ചു. അവയുടെ കുറിപ്പുകൾ തയ്യാറാക്കണമെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. അതെ എൻ്റെ വാട്സൺ, ജീവചരിത്രകാരൻ എൻ്റെ മഹാചരിതം എഴുതി തുടങ്ങുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണിത്. ഹോംസ് ഓരോ കെട്ടുകളായി കയ്യിലെടുത്ത് താലോലിച്ചു. മുമ്പുള്ള കൃത്യങ്ങളാണിത്. എല്ലാം നേട്ടങ്ങളായിരുന്നെന്ന് പറഞ്ഞുകൂടാ. രസകരമായ ചില കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ അവയിൽ കാണാം. ഇതാ ടാറൽട്ടൺ കൊലപാതകം. ഇത് വാംബേരിയിലെ വൈൻ കച്ചവടക്കാരൻ്റെ കേസ്. അലുമിനിയം ഊന്നുവടിയുടെ വിചിത്ര സംഭവത്തിൻ്റെ കുറിപ്പുകൾ ഇതിലുണ്ട്. മുടന്തൻ നിക്കോളറ്റയുടെയും ഭാര്യയുടെയും കഥ ഇതാ. ഇത് വാസ്തവത്തിൽ തിരഞ്ഞെടുത്ത ഒന്ന് തന്നെ. ഉള്ളിൽ നിന്നും ഒരു ചെറിയ മരപ്പെട്ടി ഹോംസ് പുറത്തെടുത്തു. കുട്ടികൾ കളിപ്പാട്ടം സൂക്ഷിക്കുന്ന പെട്ടി പോലെ ഒരെണ്ണം. ഊരിയെടുക്കാവുന്ന അടപ്പ് തുറന്നപ്പോൾ അതിനുള്ളിൽ ചുരുട്ടിയിട്ടിരിക്കുന്ന ഒരു കടലാസും പഴയ ഒരു പിച്ചള താക്കോലും ഒരുണ്ട നൂലുമായി ബന്ധിച്ചിരുന്ന മരത്തിലുള്ള ഒരാണിയും തുരുമ്പ് പിടിച്ച 2-3 ലോഹത്തകിടുകളും ഉണ്ടായിരുന്നു. എൻ്റെ മുഖഭാവം കണ്ട് ചിരിച്ചുകൊണ്ട് ഹോംസ് ചോദിച്ചു, ഇതൊക്കെ എന്താണെന്ന് പറയാമോ ചങ്ങാതി? വിചിത്രമായ ചില സാധനങ്ങൾ, ഞാൻ പറഞ്ഞു. വളരെ വിചിത്രം. ഇതിൻ്റെ പിന്നിലുള്ള കഥ കുറെ കൂടി വിചിത്രമായി തോന്നും. ഇവ ചരിത്രാവശിഷ്ടങ്ങളാണോ? ഞാൻ ചോദിച്ചു. ചരിത്രം തന്നെയാണ്. എന്ന് വെച്ചാൽ? ഷെർലക് ഹോംസ് അവ ഓരോന്നായി മേശപ്പുറത്ത് നിരത്തിവെച്ചു. എന്നിട്ട് തൻ്റെ കസേരയിൽ പോയിരുന്ന് അവയെ അവലോകനം ചെയ്തു. ആ കണ്ണുകളിൽ സംതൃപ്തി നിഴലിച്ചിരുന്നു. മസ്ഗ്രേവ് ചടങ്ങുകളുടെ സ്മാരകമാണിത്.
മുമ്പ് ഒന്നിലധികം പ്രാവശ്യം ഇക്കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വിശദവിവരം മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ആ കേസിനെക്കുറിച്ച് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ പറഞ്ഞു. ഈ ചവറൊക്കെ ഇങ്ങനെ കിടന്നാൽ മതിയോ? ഹോംസിന്റെ കുസൃതി ചോദ്യം. നിങ്ങളുടെ ശുചിത്വബോധം നല്ലത് തന്നെ, എങ്കിലും കുറെ കൂടി നല്ലതാണ് ഈ സംഭവം നിങ്ങളുടെ ചരിത്രകഥകളിൽ സ്ഥാനം പിടിക്കുന്നത്. ഈ നാട്ടിലെ എന്നല്ല, എവിടുത്തെയും ക്രിമിനൽ രേഖകളിൽ ഇതുപോലൊന്ന് അപൂർവമായി മാത്രമേ കാണാൻ പറ്റൂ. എൻ്റെ നിസ്സാരമായ നേട്ടങ്ങളുടെ ഒരു സമാഹാരം ഉണ്ടാക്കുമ്പോൾ ഇതുകൂടി ഉൾക്കൊള്ളിക്കാത്ത പക്ഷം അത് അപൂർണമായിരിക്കും. ഗ്ലോറിയ സ്കോട്ടിൻ്റെ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആ സംഭവവും ഞാൻ നിങ്ങളോട് മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള നിർഭാഗ്യവാനായ ആ മനുഷ്യനുമായുള്ള സംഭാഷണവുമാണ് എൻ്റെ ശ്രദ്ധ ഈ തൊഴിലിലേക്ക് തിരിച്ചുവിട്ടത്. ഇപ്പോൾ പ്രശസ്തിയുടെ ഉച്ചകോടിയിൽ സംശയ നിവാരണത്തിന് പൊതുജനങ്ങളും ഉദ്യോഗസ്ഥന്മാരുമെല്ലാം അവസാനമായി സമീപിക്കുന്നവരെന്ന നിലയിൽ നിങ്ങളെന്നെ കാണുന്ന ചോരക്കളത്തിൽ വിവരിച്ചിട്ടുള്ളതുപോലെ വാട്സൺ എന്നെ ആദ്യമായി കാണുമ്പോൾ തന്നെ ഇത്ര ആദായമില്ലെങ്കിലും തരക്കേടില്ലാത്ത കേസുകൾ കിട്ടിത്തുടങ്ങിയിരുന്നു. എന്നാൽ ആദ്യകാലത്ത് എത്ര പാടുപെട്ടിട്ടാണ് ഈ രംഗത്ത് കാലുറപ്പിക്കാൻ കഴിഞ്ഞതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. ആദ്യമായി ഞാൻ ലണ്ടനിൽ വന്നപ്പോൾ മോണ്ടേഗ് സ്ട്രീറ്റിനടുത്താണ് താമസിച്ചിരുന്നത്. ബ്രിട്ടീഷ് മ്യൂസിയത്തിന് സമീപം ധാരാളമായി ലഭിച്ചിരുന്ന വിശ്രമവേളകളിൽ സയൻസിൻ്റെ വിവിധ മേഖലകളിൽ പഠിച്ച് തൊഴിലിൽ കൂടുതൽ വൈദഗ്ധ്യം നേടി തക്കതായ അവസരം കാത്തിരുന്നു. യൂണിവേഴ്സിറ്റിയിലെ അവസാന വർഷങ്ങളിൽ എൻ്റെ പ്രവർത്തനം കുറേയൊക്കെ ഖ്യാതി നേടിയിരുന്നു. അന്നത്തെ എൻ്റെ സഹപാഠികളുടെ ശുപാർശ കൊണ്ട് ഇടയ്ക്കൊക്കെ 1-2 കേസുകൾ എനിക്ക് ലഭിച്ചു. അതിൽ മൂന്നാമത്തേതായിരുന്നു മസ്ഗ്രേവ് ചടങ്ങിനെ സംബന്ധിച്ചിട്ടുള്ളത്. ആ സംഭവ പരമ്പരകളും അവയുടെ ആഘാതമേറ്റ് ആടിയുലഞ്ഞ വൻ പ്രശ്നങ്ങളുമാണ് എന്നെ ഇന്നത്തെ നിലയിലെത്തിച്ച ചവിട്ടുപടികൾ. കോളേജിൽ എൻ്റെ സതീർത്ഥ്യനായിരുന്നു റെജിനാൾഡ് മസ്ഗ്രേവ്. ഞാൻ അയാളുമായി വളരെ അടുത്ത് പരിചയപ്പെട്ടിരുന്നില്ല. വിദ്യാർത്ഥികളുടെ ഇടയിൽ അയാൾ അത്ര സുസമ്മതനായിരുന്നില്ല. അഹങ്കാരിയാണെന്ന് തോന്നിച്ചിരുന്നെങ്കിലും വാസ്തവത്തിൽ നാണം കൊണ്ടുള്ള അകൽച്ചയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. കാഴ്ചയിൽ ഉന്നതകുല ജാതനാണെന്ന് തോന്നിച്ചിരുന്നു. മെലിഞ്ഞ ഉടൽ, വലിയ കണ്ണുകൾ, നീണ്ട നാസിക, ക്ഷീണിച്ച ഭാവം, മര്യാദയോടെയുള്ള പെരുമാറ്റം, ഇതൊക്കെയായിരുന്നു മസ്ഗ്രേവിൻ്റെ പ്രത്യേകതകൾ. രാജ്യത്തിലെ ഏറ്റവും പുരാതനമായ ഒരു കുടുംബത്തിലെ സന്തതിയായിരുന്നു അയാൾ. അവരുടെ പിതാമഹൻ 16-ാം നൂറ്റാണ്ടിൽ മൂലകുടുംബത്തിൽ നിന്നും പിരിഞ്ഞ് പടിഞ്ഞാറെ സക്സെക്സിൽ താമസമുറപ്പിച്ചതാണ്. വളരെ പഴക്കമുള്ളതായിരുന്നു അവിടുത്തെ തറവാട്ട് മാളികയായ ഹൾസ്റ്റൺ. ജന്മദേശത്തെ ആഢ്യത്വം ആ മനുഷ്യനിൽ പറ്റിപ്പിടിച്ചിരുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. വിളറിയ തീഷ്ണമായ അയാളുടെ മുഖമോ ആ തലയെടുപ്പോ ശ്രദ്ധിക്കുമ്പോഴെല്ലാം പുരാതനമായ മാളികക്കെട്ടുകളിലെ കൊട്ടിയമ്പലങ്ങളും കിളിവാതിലുകളും മറ്റവശിഷ്ടങ്ങളുമാണ് എൻ്റെ ഓർമ്മയിൽ വരിക. 1-2 പ്രാവശ്യം അയാൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം എൻ്റെ നിരീക്ഷണ രീതിയെയും അനുമാനങ്ങളെയും കുറിച്ചറിയാൻ അയാൾ അതിയായ ഉത്സാഹം പ്രദർശിപ്പിച്ചിരുന്നതായി ഞാൻ ഓർക്കുന്നു. അതിനുശേഷം 4 വർഷം കഴിഞ്ഞാണ് ഞാൻ അയാളെ കാണുന്നത്. ഒരു നാൾ മുറിയിലേക്ക് അയാൾ കടന്നു വന്നു. ആളിനൊരു മാറ്റവുമില്ല. പുതിയ ഫാഷനിലുള്ള വസ്ത്രധാരണം. പണ്ടേ തന്നെ അയാൾ ഒരു പച്ച പരിഷ്കാരിയായിരുന്നു. പഴയ ശാന്തവും സൗമ്യവുമായ മുഖഭാവമായിരുന്നു അപ്പോഴും. ഞങ്ങൾ സ്നേഹപൂർവ്വം കുശലപ്രശ്നങ്ങൾ കൈമാറി. മസ്ഗ്രേവ്, എന്തെല്ലാം വിശേഷങ്ങൾ? സുഖമാണല്ലോ? ഞാൻ ചോദിച്ചു. അച്ഛൻ മരിച്ച വിവരം കേട്ടറിഞ്ഞിരിക്കും, അയാൾ പറഞ്ഞു. 2 വർഷമായി ഇപ്പോൾ ഹൾസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ ചുമതല എനിക്കാണ്. ഞാൻ ഞങ്ങളുടെ ജില്ലയിലെ നിയമസഭാംഗവുമാണ്. എപ്പോഴും ജോലി തിരക്ക് തന്നെ. ഹോംസ്, നിങ്ങൾ പണ്ട് പ്രകടിപ്പിച്ചിരുന്ന അത്ഭുതകരമായ കഴിവുകൾ ഇപ്പോൾ പ്രയോഗത്തിൽ വരുത്തി തുടങ്ങിയെന്ന് കേട്ടല്ലോ. അതെ, ഞാൻ പറഞ്ഞു. എൻ്റെ ബുദ്ധിപരമായ കഴിവുകൾ കൊണ്ടാണ് ഞാനിപ്പോൾ ഉപജീവനം നടത്തുന്നത്. വളരെ സന്തോഷം. നിങ്ങളുടെ ഉപദേശം എനിക്ക് ആവശ്യമുണ്ട്. ഹൾസ്റ്റണിൽ ചില വിചിത്ര സംഭവങ്ങൾ നടന്നിരിക്കുന്നു. തികച്ചും അസാധാരണവും വിശദീകരിക്കാനാവാത്തതുമായ സംഭവങ്ങൾ. തുമ്പുണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. എന്തുമാത്രം ആകാംക്ഷയോടെയാണ് ഞാനത് ശ്രദ്ധിച്ചു കേട്ടതെന്ന് അറിയാമോ വാട്സൺ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഊഹിക്കാം. മാസങ്ങളായി തൊഴിലില്ലാതിരുന്ന ഞാൻ ഇത്തരമൊരു അവസരത്തിന് വേണ്ടി ദാഹിക്കുകയായിരുന്നു. മറ്റുള്ളവർ പരാജയപ്പെട്ടിടത്ത് ഞാൻ വിജയിക്കും എന്ന് എൻ്റെ മനസ്സ് മന്ത്രിച്ചു. ഇതാ പരീക്ഷിച്ചു നോക്കാനൊരവസരം.
ദയവ് ചെയ്ത് എല്ലാം വിശദമായി പറയൂ, ഞാൻ അയാളോട് പറഞ്ഞു. റെജിനാൾഡ് മസ്ഗ്രേവ് എനിക്കെതിരെ കസേരയിലിരുന്ന് ഞാൻ നീട്ടിയ സിഗരറ്റ് വാങ്ങി കത്തിച്ചു. ഞാൻ അവിവാഹിതനാണെങ്കിലും ഞങ്ങൾക്ക് ഭൃത്യന്മാർ അനവധിയുണ്ട്, അയാൾ പറഞ്ഞു. ഹൾസ്റ്റണിലെ വലിയ മാളിക നോക്കി നടത്തണമല്ലോ. നായാട്ടുകാലത്ത് പാർട്ടികൾ പതിവാണ്. അതിനും ജോലിക്കാർ വേണം. ആകെ കൂടി 8 പണിക്കാരികളും ഒരു പാചകക്കാരനും 2 പരിചാരകരും ഒരു കൊച്ചു പയ്യനും ഒരു ബട്ട്ലറും ഉണ്ട്. കുതിരകളെ നോക്കാനും തോട്ടത്തിലേക്കുമായി ജോലിക്കാർ വേറെയും. മുമ്പ് പറഞ്ഞവരിൽ ഏറ്റവും പഴയയാൾ ബ്രണ്ടൻ എന്നു പേരുള്ള ബട്ട്ലറാണ്. അയാൾ കുറച്ചുനാൾ സ്കൂൾ മാസ്റ്റർ ആയിരുന്നു. ജോലി നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ അച്ഛനാണ് ബട്ട്ലറായി നിയമിച്ചത്. സൽസ്വഭാവിയും ഉത്സാഹശീലനുമായ അയാൾ വളരെ വേഗം ഞങ്ങളുടെ വീട്ടിലെ ഒരു അവിഭാജ്യ ഘടകമായി തീർന്നു. ഒത്ത ശരീരവും നല്ല സൗന്ദര്യവുമുള്ള ബ്രണ്ടൻ ഞങ്ങളുടെ ജോലിക്കാരനായി ചേർന്നിട്ട് 20 വർഷമായെങ്കിലും വയസ്സ് 40-ലധികമില്ല. അയാൾക്ക് അനേകം ഭാഷകൾ അറിയാം. മിക്കവാറും എല്ലാ സംഗീത ഉപകരണങ്ങളും കൈകാര്യം ചെയ്യും. ഈ കഴിവുകളെല്ലാം ഉള്ളയാൾ ഇത്രയും കാലം ബട്ട്ലറായി തുടരുന്നത് അത്ഭുതമെന്ന് തന്നെ പറയാം. ഒരുപക്ഷെ അയാൾ അതിൽ സംതൃപ്തനായിരിക്കും. ഹൾസ്റ്റണിലെ ബട്ട്ലർ ഞങ്ങളുടെ അതിഥികൾക്കെല്ലാം ഒരു സംസാര വിഷയമായി തീർന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പുരുഷോത്തമന് ഒരു തകരാറുണ്ട്. സ്ത്രീ വിഷയത്തിൽ ആളല്പം പിശകാണ്. വിവാഹിതനായിരുന്നപ്പോൾ തകരാറൊന്നും ഉണ്ടായിരുന്നില്ല. ഭാര്യ മരിച്ചതു മുതൽ അയാളെ ചൊല്ലിയുള്ള പരാതികൾക്ക് അവസാനമില്ലാതായി. 4-5 മാസം കഴിഞ്ഞപ്പോൾ ഇതിനൊരു അറുതി വന്നെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഒരു പണിക്കാരത്തിയായ റേച്ചൽ ഹോംവെൽസുമായി അയാളുടെ വിവാഹം നിശ്ചയിച്ചു. എന്നാൽ അത് നടന്നില്ല. അതുപേക്ഷിച്ച് കുതിര സൂക്ഷിപ്പുകാരൻ്റെ മൂത്ത മകൾ ജാനറ്റ് ട്രെങ്കല്ലിസിയുമായി സ്നേഹത്തിലായി. വളരെ നല്ലൊരു പെൺകുട്ടിയാണ് റേച്ചൽ. പക്ഷേ ശോഭിക്കുന്ന പ്രകൃതമാണെന്നേ ഉള്ളൂ. വെയിൽസിൽ നിന്നുള്ളവർക്ക് പൊതുവെയുള്ള സ്വഭാവമാണത്. ഇപ്പോൾ മസ്തിഷ്ക ജ്വരം പിടിപെട്ട് അവശയായി ഓടി നടക്കുന്നു. അല്ല, ആയിരുന്നു ഇന്നലെ വരെ. കണ്ടാൽ പഴയ റേച്ചലിൻ്റെ പ്രേതമാണെന്ന് തോന്നും. അതായിരുന്നു ഹൾസ്റ്റണിൽ ഒന്നാമതായി അരങ്ങേറിയ നാടകം. രണ്ടാമത്തേത് കുറെ കൂടി പ്രക്ഷുബ്ധമായിരുന്നു. അത് ഞങ്ങളുടെ മനസ്സിൽ നിന്നും ആദ്യത്തേതിനെ മായ്ച്ചു കളഞ്ഞു. ബട്ട്ലർ ബ്രണ്ടൻ്റെ ദുഷ്പേരിലും ഡിസ്മിസലിലും നിന്നാണതിൻ്റെ തുടക്കം. സംഭവം ഇപ്രകാരമാണ്. അയാൾ സമർത്ഥനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ സാമർഥ്യമാണ് അയാളുടെ അധപ്പതനത്തിന് കാരണമായി ഭവിച്ചത്. ഏതിലും തലയിടാനുള്ള വാസന, തന്നെ സംബന്ധിക്കാത്തതുപോലും അറിയാനുള്ള ആഗ്രഹം അയാൾക്കുണ്ട്. എങ്കിലും അന്നത്തെ സംഭവം എൻ്റെ കണ്ണു തുറപ്പിക്കുന്നതുവരെ ബ്രണ്ടൻ്റെ ജിജ്ഞാസ ഇത്രത്തോളം രൂഢമൂലമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഞങ്ങളുടെ വീട് ഒരു വലിയ മാളികയാണ്. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം, കൃത്യമായി പറഞ്ഞ വ്യാഴാഴ്ച രാത്രി, ഞാൻ അത്താഴത്തിന് ശേഷം ഒരു കപ്പ് കട്ടൻ കാപ്പി കുടിച്ചു. പതിവില്ലാതെ അകത്താക്കിയ ഈ പാനീയം എൻ്റെ ഉറക്കം കളഞ്ഞു. വെളുപ്പിന് 2 മണിവരെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവസാനം എഴുന്നേറ്റ് മെഴുകുതിരി കത്തിച്ചു പകുതിയാക്കി വെച്ചിരുന്ന ഒരു നോവൽ വായിച്ചു തീർക്കാമെന്ന് വിചാരിച്ചു. പുസ്തകം ബില്ലിയാർഡ്സ് മുറിയിലാണ് വെച്ചിരുന്നത്. ഡ്രസ്സിംഗ് ഗൗൺ ധരിച്ച് ഞാൻ പുസ്തകം എടുക്കാൻ പോയി. കുറെ പടികൾ ഇറങ്ങി ഇടനാഴി കടന്ന് ലൈബ്രറിക്കും ആയുധപ്പുരയ്ക്കും അപ്പുറത്താണ് ബില്ലിയാർഡ്സ് മുറി. ഇടനാഴിയിലെത്തിയപ്പോൾ ലൈബ്രറി മുറിയുടെ തുറന്ന വാതിൽ കൂടി വെളിച്ചം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞാൻ തന്നെയാണ് വിളക്കണച്ചതും വാതിലടച്ചതും. സ്വാഭാവികമായും കള്ളന്മാരെക്കുറിച്ച് ഞാൻ ഓർത്തുപോയി. ഇടനാഴിയിലെ ചുമരുകൾ പഴയ കാലത്തെ ആയുധങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. ഞാൻ മെഴുകുതിരി അവിടെ വെച്ച് ഒരു മഴു കയ്യിലെടുത്ത് ശബ്ദമുണ്ടാക്കാതെ വാതിലിനടുത്തെത്തി അകത്തേക്ക് ഒളിഞ്ഞു നോക്കി. ബട്ട്ലർ ബ്രണ്ടനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പുറത്തു പോകാൻ എന്നവണ്ണം വസ്ത്രങ്ങൾ അണിഞ്ഞ് ചാരുകസേരയിലിരുന്ന അയാളുടെ മടിയിൽ ഭൂപടം പോലെ തോന്നിച്ചിരുന്ന ഒരു കടലാസുണ്ടായിരുന്നു. അതിൽ നോക്കി ചിന്തയിലാണ്ട് കുനിഞ്ഞിരുന്ന അയാൾ എന്നെ കണ്ടില്ല. അത്ഭുത സ്തബ്ധനായ ഞാൻ ഇരുട്ടത്ത് മറഞ്ഞു നിന്ന് അയാളെ ശ്രദ്ധിച്ചു. ചെറിയൊരു മെഴുകുതിരി മേശപ്പുറത്ത് മങ്ങി മങ്ങി കത്തിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അയാൾ എഴുന്നേറ്റ് ഒരലമാര തുറന്ന് ഒരു കടലാസ് എടുത്തു. മേശപ്പുറത്ത് മെഴുകുതിരിയുടെ സമീപം നിവർത്തി വെച്ച് സൂക്ഷിച്ച് പരിശോധിച്ചു തുടങ്ങി. ഞങ്ങളുടെ കുടുംബ പ്രമാണങ്ങൾ ഇങ്ങനെ നിസ്സങ്കോചം പരിശോധിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഞാൻ ഒരു ചുവട് മുന്നോട്ട് വെച്ചു.
ബ്രണ്ടൻ തലയുയർത്തി നോക്കി. വാതിൽക്കൽ എന്നെ കണ്ട് ചാടി എണീറ്റു. അയാളുടെ മുഖത്ത് രക്തപ്രസാദമില്ലാതായി. മടിയിലിരുന്ന ഭൂപടം പോലെ തോന്നിച്ച കടലാസ് അയാൾ കുപ്പായത്തിനുള്ളിൽ തിരുകി. ഓഹോ, അപ്പോഴങ്ങനെയാണോ? ഞാൻ പറഞ്ഞു, നിങ്ങളെ വിശ്വസിച്ചതിന് കിട്ടിയ പ്രതിഫലം. നാളെ തന്നെ നിങ്ങൾ പിരിഞ്ഞു പൊയ്ക്കൊള്ളണം. പാടെ തകർന്നവനെ പോലെ തല കുനിച്ച് ഒന്നും പറയാതെ അയാൾ പിൻവലിഞ്ഞു. മേശപ്പുറത്തിരുന്ന മെഴുകുതിരി അപ്പോഴും കത്തിക്കൊണ്ടിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ അയാൾ അലമാരയിൽ നിന്നെടുത്ത കടലാസ് എന്താണെന്ന് ഞാൻ നോക്കി. ഞാൻ അത്ഭുതപ്പെട്ടു. തീരെ അപ്രധാനമായ ഒന്ന്. മസ്ഗ്രേവ് ചടങ്ങ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു പഴയ ആചാരത്തിലെ ചോദ്യോത്തരങ്ങളുടെ ഒരു പകർപ്പായിരുന്നു അത്. ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രമേ അങ്ങനെയൊരു ഏർപ്പാടുണ്ടായിരുന്നുള്ളൂ. നൂറ്റാണ്ടുകളായി പുരുഷപ്രാപ്തിയിലെത്തുമ്പോൾ ഓരോ പുരുഷനും അനുവർത്തിക്കേണ്ട അർത്ഥശൂന്യമെന്ന് പറയാവുന്ന ഒരു ചടങ്ങ്. സ്ഥാനചിഹ്നങ്ങളോടൊപ്പം ഇതും ഒരുപക്ഷെ പുരാവസ്തു ഗവേഷകർക്ക് പ്രയോജനപ്പെട്ടേക്കാം. ആ പേപ്പറിനെക്കുറിച്ച് പിന്നീട് ആലോചിക്കാം, ഞാൻ പറഞ്ഞു. അത്യാവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ മസ്ഗ്രേവിൻ്റെ അറച്ചറച്ചുള്ള മറുപടി. ബ്രണ്ടൻ്റെ കഥ തുടരാം. ഞാൻ അലമാര പൂട്ടി പുറത്തിറങ്ങാനൊരുങ്ങുമ്പോൾ അതാ അയാൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. സർ, എന്നെ അപമാനിക്കരുത്, വികാരം കൊണ്ട് വിതുമ്പുന്ന സ്വരത്തിൽ അയാൾ പറഞ്ഞു. എനിക്ക് മാനക്കേട് സഹിക്കാൻ വയ്യ സാർ. അപമാനിച്ചാൽ ഞാൻ മരിച്ചു കളയും. എൻ്റെ ഹൃദയരക്തം കൊണ്ട് അങ്ങയുടെ കൈകൾ പങ്കിലമാകും. ഞാൻ ചെയ്ത അപരാധം പൊറുക്കാൻ വയ്യെങ്കിൽ 1 മാസത്തെ സമയം തരണം. സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ പിരിഞ്ഞു പോകുന്നതെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാം. പുറത്താക്കിയതാണെന്ന് മാലോകർ അറിയാതിരിക്കട്ടെ. ബ്രണ്ടൻ, നിങ്ങൾ ദയ അർഹിക്കുന്നില്ല, ഞാൻ പറഞ്ഞു. നിങ്ങളുടെ പെരുമാറ്റം തീരെ തരം താണതായിപ്പോയി. എന്നാലും ഇത്ര നാളും ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം നിന്നതിൻ്റെ പേരിൽ നിങ്ങളെ അധിക്ഷേപിക്കണമെന്ന് എനിക്ക് വിചാരമില്ല. 1 മാസം തീരെ വയ്യ. ഒരാഴ്ചത്തെ സമയം തരാം. എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ച് പൊയ്ക്കോളൂ. ഒരാഴ്ചയോ? സർ, 2 വാരമെങ്കിലും തരൂ. 2 വാരമെങ്കിലും. അയാൾ കേണു. ഒരാഴ്ച, ഞാൻ ആവർത്തിച്ചു. അങ്ങേയറ്റത്തെ സൗജന്യമാണ് അനുവദിച്ചിട്ടുള്ളത്. നിരാശനായതുപോലെ അയാൾ നടന്നു നീങ്ങി. ഞാൻ വിളക്കണച്ച് എൻ്റെ മുറിയിലേക്ക് മടങ്ങി. അത് കഴിഞ്ഞ് 2 ദിവസം ബ്രണ്ടൻ ജോലിയിൽ അത്യന്തം കൂടുതൽ ജാഗ്രത പുലർത്തിയിരുന്നു. കഴിഞ്ഞ സംഭവത്തെക്കുറിച്ച് ഞാൻ ഒന്നും തന്നെ സൂചിപ്പിച്ചില്ല.